ABC സ്റ്റോറിൽ നിന്ന് നിങ്ങൾ വാങ്ങിയ ക്ലോസ്ഡ് ടൈപ്പ് ഓട്ടോമാറ്റിക് വാച്ചസ് എങ്ങനെയാണ് വൈൻഡ് ചെയ്യുക, എങ്ങനെയാണ് ടൈം സെറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോ ആണിത്. ഇത് സ്കെലറ്റൺ ടൈപ്പ് അല്ല, ഓപ്പൺ അല്ല, ഇത് ക്ലോസ്ഡ് ആണ്. സോ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് വാച്ച് വർക്കിംഗ് അല്ലാത്ത കണ്ടീഷനിലായിരിക്കും കിട്ടുക, ചിലപ്പോൾ വാച്ച് വർക്കിംഗ് ആയ കണ്ടീഷനിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇതിപ്പോൾ വാച്ച് വർക്കിംഗ് അല്ലാത്ത കണ്ടീഷനാണ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ടൈം സ്ക്രൂ ഇല്ലേ, ടൈം സ്ക്രൂ കംപ്ലീറ്റ്ലി പുൾ ഔട്ട് ചെയ്യുക, ഒന്നിങ്ങനെ വലിക്കുക. അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് വിട്ടു വന്നു, കണ്ടോ, ഇവിടെ ടൈം സ്ക്രൂ പുൾ ഔട്ട് ചെയ്യുക. പുൾ ഔട്ട് ചെയ്തതിന് ശേഷം കറക്റ്റ് ടൈം, ഇപ്പോൾ ടൈം വരുന്നത് ഒരു മിനിറ്റ്. ആദ്യം ഇതിൻ്റെ ഈ ഡേറ്റ് ശ്രദ്ധിക്കുക. ഡേറ്റ് നമ്മൾ 24 ഹവറിൽ ഡേറ്റ് 24 ഹവറിലല്ലേ ചേഞ്ച് ആവുക. അപ്പോൾ അത് ഇപ്പോൾ മോർണിംഗ് ടൈമാണ് ഉള്ളത്. അപ്പോൾ മോർണിംഗ് ടൈം ചേഞ്ച് ആക്കി നൈറ്റ് ടൈമിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ കണ്ടോ ഡേറ്റ് ചേഞ്ച് ആവുന്നുണ്ടോ. അപ്പോൾ ഞാൻ കറക്റ്റ് മോർണിംഗ് ടൈമാണ് ഇത് ഉള്ളത്. ഇപ്പോൾ മോർണിംഗ് ടൈം ഒരു 9 മണിയാണുള്ളത്, കണ്ടോ, 9 മണി കറക്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്, കണ്ടോ, സെറ്റാക്കിയിട്ടുണ്ട്. മോർണിംഗ് ടൈമാണ്. എന്നിട്ട് ചെയ്യേണ്ടത് ഒരൊറ്റ പ്രസ്, ചെറിയൊരു പ്രസ്, ഈ ചെറിയ പ്രസ്സിലാണ് ഇതിൻ്റെ ഡേറ്റ് ചേഞ്ച് ആവുക. ഓക്കെ, കണ്ടോ, ഇവിടെ ഡേറ്റ് ചേഞ്ച് ആവണുണ്ടോ, ഡേറ്റ് ചേഞ്ച് ആക്കുക. കറക്റ്റ് ഡേറ്റ് ഇന്ന് 16-ാം തീയതിയാണ്, ഡേറ്റ് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒരു പ്രസ് കൂടെ കൊടുക്കുക, ജസ്റ്റ് ഒരു പ്രസ് കൊടുത്തു. വാച്ച് ഇവിടെ റൺ ആവുന്നതുണ്ടോ, വാച്ച് റൺ ആവുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ചാർജ് ഉണ്ട്, ചാർജ് നമ്മൾ കൊടുക്കണം. ചാർജ് കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോക്ക്ഡ് കണ്ടീഷനിൽ, ഇപ്പോൾ ഇത് ലോക്കാണ്, കംപ്ലീറ്റ്ലി ലോക്കാണ്, നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ലോക്ക്ഡ് ആണ്. ഇനി ഇതിൻ്റെ ഫർദർ ഇത് ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഈ ലോക്ക്ഡ് കണ്ടീഷനിൽ മുകളിലേക്ക് ഒരു 3-4 തവണ തിരിക്കുക. 1 2 3 4 5 5 തവണ തിരിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു നൂല് പോലത്തെ ഒരു സംഭവമുണ്ട്, റോപ്പ് പോലത്തെ, അത് ടൈറ്റ് ആവും, വലിഞ്ഞു മുറുകും. വാച്ച് ഇങ്ങനെ റണ്ണായിക്കൊണ്ടിരിക്കും. എന്നിട്ട് നമ്മുടെ വാച്ച് ജസ്റ്റ് ഒന്ന് എടുത്ത് കയ്യിലെടുത്തൊന്ന് ഷെയ്ക്ക് ചെയ്യാം. ഷെയ്ക്ക് ചെയ്തതിന് ശേഷം വാച്ച് നമ്മുടെ കൈമ കെട്ടുക. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ വരുന്നത്. ഓക്കെ, ഇത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാച്ച് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഇതിൻ്റെ ടൈം സ്ക്രൂ മുകളിലേക്ക് തിരിക്കരുത്. കാരണം നിങ്ങൾ വിചാരിക്കും ഇത് എന്താ ഇത് ലോക്ക് ആവാത്തത്, ഇത് ഇങ്ങനെ തിരിയുന്നുണ്ടല്ലോ, ഒന്നുകൂടെ ടൈറ്റായി ലോക്കാവാത്ത, ലോക്കിൻ്റെ വല്ല ഇഷ്യൂ ആണോ, കംപ്ലൈൻ്റ് ആണോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ പിടിച്ച് തിരിക്കരുത്. അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയില്ല, ഇതിനുള്ളൊരു നൂലുണ്ട് എന്ന്, അതാണ് ഇതിൻ്റെ ഹെഡ്, പവർ റിസർവ് വരുന്ന ഹെഡ്. ആ ഹെഡ് അങ്ങ് വലിഞ്ഞു മുറുകി വാച്ച് ടൈറ്റായി വാച്ച് സ്റ്റക്കാവും. പിന്നെ ആ വാച്ച് വർക്ക് ചെയ്യൂല. പിന്നെ വാച്ച് വർക്ക് ചെയ്യണമെങ്കിൽ വാച്ച് ഷോപ്പിൽ കൊടുത്ത് നിങ്ങൾ അൺവൈൻഡ് ചെയ്യേണ്ടി വരും. സോ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ദിവസം 2 ദിവസം കൂടുന്ന സമയത്ത് മാത്രം വൈൻഡ് ചെയ്യുക. ഇല്ലെങ്കിൽ ടൈം സ്ക്രൂ പുൾ ഔട്ട് ചെയ്യുക, താഴേക്ക് തിരിച്ച് ടൈം സെറ്റ് ചെയ്യുക, ചെറിയ പ്രസ് കൊടുത്ത് ഡേറ്റ് ചേഞ്ച് ചെയ്യുക, ഒറ്റ പ്രസ് കൊടുക്കുക, വാച്ച് ഷെയ്ക്ക് ചെയ്യുക. ഇത്ര മാത്രം ചെയ്താൽ മതി, വാച്ച് റണ്ണാവും. ഓക്കെ, 2 ദിവസം കൂടുമ്പോൾ ഒരു 3, 4, 5 തവണ മുകളിലേക്ക് തിരിച്ച് വൈൻഡ് ചെയ്യുക. ഇത് ശ്രദ്ധിക്കണം. വെറുതെ ഇരിക്കുമ്പോൾ ഇതിങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കരുത് മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ. ഓവർ വൈൻഡോ അല്ലെങ്കിൽ അൺവൈൻഡോ ആവും, വാച്ച് ഡാമേജ് ആവും. അത് മാത്രം ശ്രദ്ധിക്കുക, വേറെ സീനൊന്നുമില്ല. ഓക്കെ, താങ്ക് യു.